സ്വർഗത്തിലേക്കുള്ള വഴി നരകം പോലെ തോന്നും. അതുപോലെ തന്നെ നരകത്തിലേക്കുള്ള വഴിയോ സ്വർഗം പോലെ തോന്നും. എത്ര വാസ്തവമാണ്! യേശു കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമായിരിക്കും. നരകത്തിലേക്കുള്ള വഴിയോ വിശാലവും അതിലൂടെ പോകുന്നവർ അനേകരായിരിക്കും. വഴി നോക്കി നമ്മുടെ അന്ത്യം തീരുമാനിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുകളിലാണെങ്കിലും അതിൻ്റെ അന്ത്യം ബുദ്ധിമുട്ടല്ല. അത് സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിൽ യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനമോ സ്വത്തോ എന്ത് നഷ്ടപ്പെട്ടാലും ഈ ഭൂമിയിൽ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ ഇത് ലഭിക്കാത്തവരാരും തന്നെയില്ല. അപ്പം ഈ ഭൂമിയിൽ പോലും ഒരു 100 മടങ്ങ് അനുഗ്രഹം യേശു കർത്താവ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഭൂമിയിൽ ഒരു നന്മയുമില്ല, എല്ലാം സ്വർഗത്തിലാണെന്ന്. അല്ല. സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടണം, വലിയ കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്കൊരു പ്രചോദനമാകണം. അതുകൊണ്ട് 1 തിമോത്തി 3:13 പറയുന്ന, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് തന്നെ നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. അപ്പൊ സമ്പാദ്യം എവിടെയാണ്? നല്ല നില സമ്പാദിച്ചത് സ്വർഗത്തിലാണോ? അല്ല, ഭൂമിയിലാണ്. വളരെ പ്രാഗൽഭ്യമുള്ള ജീവിതം, നല്ല നില. പൗലോസ് പറയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു, ഇപ്പോൾ ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. മാന്യതയുള്ള, ബഹുമാനമുള്ള പദവികളിലേക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ഉയർത്തിയെടുക്കുന്ന മാർഗമാണ് ക്രിസ്തീയ ജീവിതം. വഴി ഇടുക്കമായിരിക്കാം, വഴിയിൽ പല ബുദ്ധിമുട്ടുണ്ടാകാം, എന്നാൽ അതെല്ലാം കർത്താവ് നന്മയാക്കി ഏറ്റവും നല്ല ഒരു പൂർത്തീകരണത്തിൽ ഭൂമിയിലും നിത്യതയിലും കർത്താവ് നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൽ ബലപ്പെടാം. ഈ കേൾക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് വരാം. അഗബോസും ഒരു കൂട്ടം പ്രവാചകന്മാരും ഉണർവ് നടക്കുന്ന അന്ത്യോക്യ സഭയിൽ വന്നതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ അന്ത്യോക്യ സഭയിലേക്ക് 11-ന്റെ 27 ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരെ വിളിച്ചു എന്നല്ല, ഇന്നത്തെ പോലെ ദൈവദാസന്മാരെ ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് വരാമോ, അപ്പോൾ ഡേറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ, എനിക്കിപ്പോൾ 2036 വരെ ഡേറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു സീസണാണിത്. എപ്പോഴും അതെ, അങ്ങനെയാണ്. കാരണം അവർക്കൊന്നും ഡേറ്റ് ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അന്ത്യോക്യയിലെ സഭയിലേക്ക് വരണം. അവർക്ക് അന്ത്യോക്യ സഭയിലൊന്ന് ഇരിക്കണം, അന്ത്യോക്യ സഭയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം, അന്ത്യോക്യ സഭയിൽ വന്നിരുന്നൊന്ന് പ്രാപിക്കണം. എല്ലാവരും പ്രസംഗിക്കാനല്ല വരുന്നത്. എല്ലാവർക്കും ഒരു ശുശ്രൂഷ ചെയ്തിട്ട് ടൈമില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോകാനല്ല വരുന്നത്. അവരിരുന്ന് പ്രാപിക്കാൻ വരികയാണ്. തർസൂസിൽ കിടന്നുവെച്ച ശൗല് വന്നിട്ട് സഭയിൽ നിന്ന് പോകുന്നില്ല. ബർന്നബാസിനെ അയച്ചിട്ട് ബർന്നബാസ് തിരിച്ചു പോകുന്നില്ല. അത് പോരാഞ്ഞിട്ട് യെരൂശലേമിലെ സഭയിൽ നിന്ന് വീണ്ടും 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 ശക്തന്മാർ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷകരെല്ലാം യെരൂശലേമിലെ സഭയിലാണ്. യേശുവിൻ്റെ കൂടെ ആയിരുന്ന അപ്പോസ്തലന്മാരുടെ ഒരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബ്, യൂദ എല്ലാം അവിടെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരു വലിയ മൂവ് നടക്കുകയാണ്. അപ്പം അവരും അവിടെ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മ മറ്റുള്ളവർക്ക് ഓടി വന്നൊന്ന് ഇരിക്കാനും പ്രാപിക്കാനും പറ്റിയതാണോ? അല്ല വന്ന് പ്രസംഗിച്ചേച്ച് നമ്മളെ നന്നാക്കിയിട്ട് പോകാനുള്ളതാണോ? അല്ല അവർക്കും കൂടി നന്നാകാൻ പറ്റിയ എന്തെങ്കിലും നമ്മുടെ സഭയിലുണ്ടോ? ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ഇരുന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവർക്ക് പഠിക്കാനും പ്രാപിക്കാനും
അവരുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന പലതും നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മുടെ സഭയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടാകൂ. ആരെങ്കിലും വന്നാൽ അവർക്കൊരു ദാഹം ഉണ്ടാകണം. അയ്യോ, ആ ചർച്ചിൽ, ബാംഗ്ലൂർ ബദേലേജി ചർച്ചിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരെ ആ വീഡിയോ എടുത്ത് അവരുടെ സ്റ്റാറ്റസായിട്ട്, ആ ഫോട്ടോകളെല്ലാം എടുത്ത് അവരുടെ സ്റ്റാറ്റസായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. എന്തിനാണ്? ഞങ്ങൾ ബദേലേജി MA വർഗീസ് പാസ്റ്റർ ചർച്ചിൽ പ്രസംഗിച്ചു. അതവർക്ക് ഒരു ഐഡന്റിറ്റിയാണ്, അവർക്കൊരു മാന്യതയാണ്. ഇതാ ഇവിടെ വന്നിരിക്കുന്ന ഈ അഗബോസ് പോലെയുള്ളവർക്ക് പോലും ഈ അന്ത്യോക്യ സഭ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ അഗബോസ് ഒരു പ്രവചനം അവിടെ പറഞ്ഞു, ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെ ശൗലിന്റെ കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ഇതാ യെരുശലേമിലേക്ക് ഒരു ഭയങ്കരമായ കൈത്താങ്ങൽ അന്ത്യോക്യ സഭയിൽ നിന്നുണ്ടാകുകയാണ്. ഭയങ്കര ക്ഷാമം നടക്കുകയാണ്. ആ ക്ഷാമത്തിൽ ലോകം മുഴുവൻ ക്ഷാമത്തിലാണ്. ആ സമയത്ത് യെരുശലേം സഭ, ലോകത്തിലുള്ള എല്ലാ മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്ന സഭ, ആ സഭയാണ് എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. യേശുവിൻ്റെ അമ്മയായ മറിയ ഉൾപ്പെടെ അവിടെ ഒരു വലിയ ജനറേഷൻ തന്നെയുണ്ട്. ആ 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനായി. അവരെല്ലാം ആ കൂട്ടായ്മയിലുണ്ട്. അവരെല്ലാം അവിടെ ഉള്ള സമയത്ത് തന്നെ അവരുടെ ഉദവിക്കായി, അവരുടെ നിലനിൽപ്പിനായി, അവരുടെ ഭക്ഷണത്തിനായി, അവരുടെ വസ്ത്രത്തിനായി ഇത് അന്ത്യോക്യ സഭ വലിയൊരു തുക കളക്ട് ചെയ്തു. ഒരു വലിയ കൂടിവരവായതുകൊണ്ടല്ലേ വലിയൊരു കൈത്താങ്ങൽ കൊടുക്കാൻ കഴിഞ്ഞത്. മെഗാ ചർച്ചുകൾ ഉണ്ടാകണം, സഭകൾ വളരണം. ഇന്ത്യയിൽ മെഗാ ചർച്ചുകൾ ഉണ്ടാകണം. ഒരു കാലത്ത് ഇവിടെയുള്ള കൊച്ചു കൊച്ചു സഭകൾ, അവിടെ നിന്ന് ദൈവദാസന്മാർ പല രാജ്യത്തും പോയി അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവിടെ വന്ന് കെട്ടിടങ്ങൾ പണിത കാലം കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള മെഗാ ചർച്ചുകൾ തന്നെ ഈ രാജ്യത്ത് ഉള്ള ജനങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരണം. വലിയ ചാരിറ്റികൾ ചെയ്യണം. പട്ടിണിയുള്ള, കഷ്ടതയിലുള്ള, ദാരിദ്ര്യത്തിലുള്ള, മുഖപക്ഷമില്ലാതെ എല്ലാ മതസ്ഥർക്കും ഒരു കൈത്താങ്ങൽ കൊടുക്കുന്ന സഭയായി മാറണം. ശക്തിയേറിയ ഒരു ഉണർവായി അത് മാറണം. ആഫ്രിക്കയിലെ TB ജോഷുവ എന്ന ദൈവദാസൻ തൻ്റെ സഭയിൽ നിന്ന് ഒരിക്കൽ ബ്രസീലിൽ ചെന്നിട്ട് ബ്രസീലിലെ ഭരണാധികാരികളുടെ കയ്യിൽ ആ രാജ്യത്തെ സഹായിക്കാനുള്ള ഫണ്ട് കൊടുത്തു. അപ്പൊ എത്ര കോടി രൂപയാണ് ഒരു ചർച്ച്? ആഫ്രിക്ക എന്ന് പറയുന്നത് അർജന്റീനയേക്കാൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. എന്നാൽ അവിടെ ഒരു ഭയങ്കര കൂടിവരവുണ്ടായപ്പോൾ ആ കൂടിവരവിൽ നിന്നെടുത്ത സഹായം ബ്രസീലിലെ രാജ്യത്തിന്, അവിടുത്തെ സഭയ്ക്കല്ല, രാജ്യത്തിന് സഹായിക്കാനായി. എന്തുകൊണ്ട് ദൈവസഭയ്ക്ക് ഗവൺമെന്റിനെ സഹായിക്കാൻ കഴിയാതെ പോകുന്നു? കാരണം ദൈവസഭ വളരുന്നില്ല, പരിശുദ്ധാത്മാവിൽ വളരുന്നില്ല. ഈ ദിവസങ്ങളിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ത്യൻ സഭ വളരണം. നമ്മളെല്ലാവരും ആത്മാവിൽ വളരണം. ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും മിഷണറിമാരാകണം. ഈ കേൾക്കുന്ന നിങ്ങളെല്ലാം ശുശ്രൂഷകരാകണം. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് എന്നിങ്ങനെയുള്ള എഫേസ്യർ 4:11 പറയുന്ന 5 ഫോൾഡ് മിനിസ്ട്രി എഴുന്നേറ്റ് വരുമ്പോൾ മെഗാ ചർച്ചുകൾ ഉണ്ടാകും. അവിടെ ഭയങ്കര മൂവുണ്ടാകും. ജനങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരുമായി മാറും. ഇന്ന് സഭകളിൽ ദൈവവേലക്ക് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഒരു ഉണർവ് നടന്നാൽ കർത്താവിൻ്റെ വേലയിലേക്ക് അവർ കൊടുക്കുന്നവരാകും. അതായത് കോരശ് ആലയം പണിയുവാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ മനസ്സിൽ പ്രേരണയുണ്ടായവർ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി സ്വമേധ കൊടുത്തെന്നാണ്. അപ്പോൾ ഉള്ളിൽ തോന്നിയവർ, മനസ്സിൽ തോന്നിപ്പിച്ചവർ, സമാഗമന കൂടാരം പണിതപ്പോൾ മനസ്സിൽ തോന്നിയ
സ്ത്രീകൾ അവരുടെ കയ്യിലുള്ളത് കൊടുത്തു. മനസ്സിൽ തോന്നിയവർ, ഉള്ളിലൊരു തോന്നലുണ്ടായി, അത് കൊടുക്കണമല്ലോ. എത്ര പറഞ്ഞാലും കൊടുക്കാത്തവർ പോലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ കൊടുക്കുന്നവരായി മാറും. അത് ശരിയായ സഭയാണെങ്കിൽ, വചനപ്രകാരം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാണെങ്കിൽ കൊടുക്കേണ്ടവർ എഴുന്നേറ്റ് വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് പോലും ഒരു ഉദവി ചെയ്യുന്ന, സഹായം കൊടുക്കുന്ന, ചാരിറ്റി ചെയ്യുന്ന സഭയായ ഇന്ത്യൻ സഭ നമ്മുടെയെല്ലാം കൂടിവരവുകൾ മാറണം. ഇതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഇത് കേൾക്കുന്ന, ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോ പ്രിയ കുടുംബങ്ങളും ഇതൊരു പ്രാർത്ഥന വിഷയമായിട്ട് എടുക്കണം. നമ്മുടെ സഭകളെല്ലാം ആമേൻ മറ്റുള്ളവരോട് വാങ്ങുന്ന കൂട്ടമല്ല, നമ്മുടെ സഭകളെല്ലാം വളരുകയും അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കുകയും ചെയ്യുന്നവരായി മാറണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഗവൺമെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കാനുള്ള ശേഷിയുള്ള സഭകൾ എഴുന്നേറ്റ് വരണം. നമ്മൾ വിശ്വസിച്ചാൽ, ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇതൊരു ശരിയായ കാര്യമാണല്ലോ, ബൈബിളിൽ ഇങ്ങനെ പറയുന്നല്ലോ, അന്ത്യോക്യ സഭ വളർന്നപ്പോഴാണല്ലോ അങ്ങനെ യെരൂശലേം സഭയെ സഹായിക്കാൻ കഴിഞ്ഞത്, ഞങ്ങളുടെ സഭയ്ക്കും അങ്ങനെ ആകണമെന്ന് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ദൈവവേലക്കാരൻ, ഒരു ദൈവവേലക്കാരി അങ്ങനെ ഒരു മനോഭാവത്തിൽ ഈ കാര്യം ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങളുടെ ചർച്ച ആയിരിക്കും ഇന്ത്യൻ സഭകളെ സഹായിക്കുന്ന സഭ, ഇന്ത്യൻ ഭരണകൂടത്തെ സഹായിക്കുന്ന സഭ, അനേക രാജ്യങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഫണ്ടുകൾ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. അന്ത്യോക്യ സഭയിൽ അങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നു, അതുപോലെ അവരെ ദൈവം സമൃദ്ധി കൊണ്ട് നിറച്ചു. അതുപോലെയാണ് അവിടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നത്, വിടുതലുകൾ നടക്കുന്നത്. വിടുതൽ കിട്ടുന്നവർ, ഓപ്പറേഷന് വെച്ചേക്ക് കാശ്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പറഞ്ഞതുപോലെ, പാസ്റ്ററെ ഈ ഓപ്പറേഷന് 5 ലക്ഷത്തോളം രൂപയാവും, എന്നാൽ കർത്താവ് വിടുവിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം ദൈവരാജ്യത്തിൽ ചെലവാക്കാമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച്, ഞാൻ ആദ്യമായിട്ട് ചർച്ച് പണിയാനായിട്ട് കാത്തിരിക്കുമ്പോൾ, ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ കെട്ടാൻ പൈസയില്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ കുമ്പനാട് നിന്ന് അറിഞ്ഞു കേട്ട് ദുബായിൽ ജോലിയുള്ള ഒരു പ്രിയപ്പെട്ടവൻ ആലപ്പുഴയിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്റേ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് കേട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരാൾ സ്ഥിരം നമ്മുടെ പള്ളിയിൽ വരുമായിരുന്നു, കുമ്പനാടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സൗഖ്യമായി എന്നിരിക്കട്ടെ, പിന്നെ എനിക്ക് നാളെ ആശുപത്രിയിൽ ഓപ്പറേഷന് പോകണ്ടല്ലോ, ആ പൈസ ഇപ്പം തന്നെ അങ്ങോട്ട് തരാമല്ലോ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുറച്ച് എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ തൊണ്ടയിൽ ഒരു വലിയൊരു മുഴയാണ്. ഞാൻ ആ എണ്ണ എടുത്ത് ആ തൊണ്ടയിലോട്ട് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചതായിട്ട് കണ്ടില്ല. നല്ല താടിയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ മുഴ അറിയാതിരിക്കാനായിട്ട് താടിയും വളർത്തിയിട്ടുണ്ട്. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ അടുത്ത ആഴ്ച ആ മുഴ ഇല്ലാത്തവനായി അദ്ദേഹം തിരിച്ചും വന്നു. ഓപ്പറേഷന് വെച്ചിരുന്ന പണം സഭയെ തന്നു. അതുകൊണ്ടാണ് ചർച്ചിൽ ആദ്യത്തെ ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ പണിതത്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികളൊക്കെ ഇനിയും അനേക പ്രാവശ്യം അനേകർക്ക് വേണ്ടി ദൈവം ചെയ്താൽ, ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ നടന്നാൽ സഭയ്ക്കകത്ത് വരുമാനങ്ങൾ ഉണ്ടാകും. വൈദ്യശാസ്ത്രം കൈവിട്ടതും ആർക്കും വിടുവിക്കാൻ കഴിയാത്തതെല്ലാം സഭയ്ക്കകത്തേക്ക് വരട്ടെ. പ്രാർത്ഥിക്കുന്ന സഭ അവരെ സൗഖ്യമാക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്കിതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് വളരെ ഭാരത്തോടെ ഞങ്ങൾ ഏറ്റെടുത്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകളെല്ലാം സൗഖ്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഇടമായി, സമൃദ്ധിയുടെ ഇടമായി മാറട്ടെ. വരുന്നവർക്ക് വിടുതലുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, സൗഖ്യങ്ങളുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേൾക്കുന്ന പലരും ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. അവർ ആ വേദനിച്ചിരിക്കുന്ന വിഷയത്തിൽ
രോഗമായിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ ഒരു അത്ഭുത സൗഖ്യം അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് ദൈവരാജ്യത്തിൽ വിതയ്ക്കുവാൻ ആ പണം കൂടി അവർ ചെലവാക്കട്ടെ. അന്യാധീനപ്പെട്ടു പോകുന്ന പണം മുഴുവനും ദൈവസഭയ്ക്ക് വരട്ടെ. ദൈവസഭ മുഖാന്തരം ഒത്തിരി പേർക്ക് നന്മയുണ്ടാകട്ടെ. അതിൻ്റെ ഒരു ഭാഗം ദൈവസഭയ്ക്ക് വരട്ടെ. ദൈവരാജ്യം പണിയപ്പെടട്ടെ. ആയിരങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൈകളെ നിറയ്ക്കുന്നവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. അതങ്ങനെ തന്നെ സംഭവിക്കും. ഇത് ദൈവവചനമാണ്. ദൈവവചനം എന്തു പറയുന്നു അതങ്ങനെ തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. God bless you. ഉയർത്തിക്കൊണ്ട്
എൻ രക്ഷകൻ